ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി ആയിട്ടിരിക്കില്ലേ എല്ലാരും? എല്ലാരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ആവണസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതും അതുപോലെ തന്നെ ഒരു അടിപൊളി ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോയുടെ ഇന്നത്തെ മെയിൻ താരം ഈ ഒരു ആളാണ്. അപ്പൊ ഇത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാൽ കുറച്ച് പേർക്ക് ഇത് പുതിയൊരു ആളും ആയിരിക്കും കേട്ടോ. കുറച്ച് പേർക്കൊന്നും അറിയുണ്ടാവില്ല. എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു സംഭവത്തിന് നമ്മുടെ ഈ ഒരു നാട്ടിലൊക്കെ പറയുന്നത് ചുക്കുട്ടി ചീര എന്നാണ്. അതുപോലെ തന്നെ മണിത്തക്കാളി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. മുളക് തക്കാളി, അങ്ങനെ ഒരുപാട് പേരിൽ ആൾ അറിയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് വലിയ പരിചരണത്തിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അടിപൊളിയായിട്ട് വളരുന്ന ഒരു ആളാട്ടത്. പക്ഷെ ഇയാള് കാണുന്ന പോലെ അത്ര നിസാരക്കാരന. ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് നമ്മുടെ ഈ ഒരു മണിത്തക്കാളി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വഴി സൈഡുകളിലായാലും അതേപോലെ തന്നെ നമ്മുടെ പറമ്പുകളിലൊക്കെ സുലഭമായിട്ട് കാണാറുള്ള ഒന്ന് തന്നെയാണ്. മാത്രമല്ല ഇതിന്റെ ഈ ഒരു ഇലയിൽ ഒരുപാട് വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കുറച്ച് ഇല നമുക്ക് വായിൽ എന്തെങ്കിലുമൊക്കെ അസുഖം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, വായ്പുണ്ട് പോലത്തെ എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കുറച്ച് ഇല എടുത്ത് നന്നായിട്ട് കഴുകിയതിനു ശേഷം വായിലിട്ട് നന്നായിട്ട് ചവച്ച് ഒരു 5 മിനിറ്റ് വായിലൊന്ന് വെച്ചതിന് ശേഷം ഒന്ന് തുപ്പിക്കളയുകയാണെങ്കിൽ വായിലുള്ള ഒരുപാട് അസുഖങ്ങൾ സുഖപ്പെടാൻ വളരെ അത്യുത്തമമായിട്ടുള്ള ഒന്നാണ്. വായ്പുണ്ട് പോലെ തന്നെ അൾസർ, അതുപോലെ തന്നെ അസിഡിറ്റി തുടങ്ങിയ രോഗങ്ങളെ ശമിപ്പിക്കാനും നമ്മുടെ ഈ മണിത്തക്കാളിക്ക് കഴിവുണ്ട്. മാത്രമല്ല നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, വൈറ്റമിൻ ബി ഒരുപാട് അടങ്ങിയതാണ് നമ്മുടെ ഈ മണിത്തക്കാളിയുടെ ഇല എന്ന്. വൈറ്റമിൻ ബി ഒരുപാട് അടങ്ങിയിട്ടുണ്ടെങ്കിൽ കായ് ഒട്ടും മോശക്കാരനല്ല കേട്ടോ. കായിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ നടീൽ രീതി എങ്ങനെയാന്ന് വെച്ചാൽ, നന്നായിട്ട് പഴുത്ത കായ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു നന്നായിട്ട് പഴുത്ത കായ് കുറച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കുക. കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും അത് നന്നായിട്ട് തന്നെ ഉടഞ്ഞ് ആ വിത്ത് ഫുള്ള് ആ വെള്ളത്തിലേക്ക് മിക്സ് ആയിക്കോളും. എന്നിട്ട് നമ്മളൊരു എന്തെങ്കിലും കുറച്ച് പോട്ടിംഗ് മിക്സർ എന്തെങ്കിലും ആക്കിയതിനു ശേഷം ഒരു ചെടിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊട്ടിക്കിളിർത്ത് നന്നായിട്ട് പുതിയ ചെടികൾ നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വലിയ പരിചരണത്തിന്റെ ആവശ്യമില്ലാന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഏതൊരു കാലാവസ്ഥയിലും ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് നന്നായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല അത് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായും ഉണ്ടാവും. നമുക്ക് ഫുൾ ടൈം കായ് പറിച്ചെടുക്കാനും പറ്റും. അപ്പൊ ഈ ഒരു കായ് നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള നമ്മുടെ മണിത്തക്കാളി, അല്ലാന്നുണ്ടെങ്കിൽ ചുക്കുട്ടിച്ചീരയുടെ ചെടി. അപ്പൊ ഇത് നമ്മൾ അങ്ങനെ വലിയ പരിചയമൊന്നും കൊടുത്തിട്ട് ഇവിടെ നട്ടുപിടിപ്പിച്ചതൊന്നും അല്ലാട്ടോ, തനിയെ ഉണ്ടായിട്ടുള്ള ഒരു ചെടിയാണേ. എന്തായാലും നന്നായിട്ട് പൊട്ടിക്കിളിർത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ശിഖരങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ലാട്ടോ ഇതിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്, കാൽഷ്യം, പ്രോട്ടീൻ, ഫൈബർ, അയൺ, വൈറ്റമിൻ സി, അങ്ങനെ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ചെടി തന്നെയാണ് ഇത്. അപ്പൊ നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് ഇത് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മണിത്തക്കാളിയുടെ കായ പഴുത്തു കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളറും, അതേപോലെ തന്നെ പച്ചയാണെങ്കിൽ നല്ല പച്ച കളറുമാണ് ആ കായ കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല പെട്ടെന്ന് തന്നെ കായും ഉണ്ടാവുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു സവിശേഷതയാണ് നമ്മുടെ ഈ ഒരു മണിത്തക്കാളി അല്ലെങ്കിൽ ചുക്കുട്ടിച്ചീരയുടെ വേറൊരു ഗുണമാണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളിപ്പോ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലും നമ്മൾ ഈ ഒരു ചുക്കുട്ടിച്ചീര നമ്മൾ തോരൻ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ആ ഒരു വെള്ളം കുടിക്കാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി, അതായത് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാതെ നമ്മുടെ ഹെൽത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വാതരോഗങ്ങളെ ശമിപ്പിക്കാനും ക്യാൻസർ വരുന്നതിന് ഒരു പരിധി വരെ തടയാനൊക്കെ ഈ ഒരു ചുക്കുട്ടിച്ചീര അല്ലാന്നുണ്ടെങ്കിൽ മണിത്തക്കാളി. ഇപ്പോൾ എല്ലാവരുടെ നാട്ടിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഒന്ന് കമന്റ് ചെയ്യണം. കാരണം പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും അറിയപ്പെടുന്നുണ്ടാവുക. മാത്രമല്ല തമിഴ്നാട്ടിലേക്ക് ഇത് മണത്തക്കാളി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികളെക്കാളും കൂടുതലായിട്ട് ഇത് തമിഴ്നാട്ടിലേക്കാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇവിടെ പറമ്പിലും അതുപോലെ വഴിവക്കുകളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ തമിഴ്നാട് ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് വലിയ ഒരു തോട്ടം പോലെ തന്നെ കൃഷിയായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്കാണ് ഇതിന്റെ ഒരു യൂസ് കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ കാണുന്നതും അതിന്റെ വേറൊരു ചെടിയാണ്. ഇതുണ്ടായിട്ടുള്ളത് നമ്മുടെ ഗ്രോ ബാഗിലാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ നട്ടുപിടിപ്പിച്ചതല്ല കേട്ടോ, ഇതൊക്കെ തനിയെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മുടെ പറമ്പിലായാലും ഇത് ഒരുപാട് ഇങ്ങനത്തെ ചെടികൾ ഒരുപാടുണ്ട്. അപ്പൊ നമുക്കിത് പ്രത്യേകിച്ച് ഇങ്ങനെ കെയറും കാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും നന്നായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കായ്കളും ഉണ്ട്. അപ്പോൾ ഈ ഒരു കായ് തന്നെ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി വിത്തുകൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കുറച്ച് വിത്ത് മതി നമുക്ക് നന്നായിട്ട് തന്നെ പൊട്ടി തിളിർത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ഫുൾ ടൈം ഇതിന്റെ ഇലയും കായ്കളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തോരനൊക്കെ വെക്കാറുണ്ട്. മാത്രമല്ല ആയുർവേദ മെഡിസിൻസിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മണിത്തക്കാളി അല്ലെങ്കിൽ ഒരു ചുക്കുട്ടിച്ചീര. അപ്പം ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം എന്താന്ന് വെച്ചാൽ സൊളാനം നൈഗ്രം എന്നാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഇതിനെ ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് എന്നും അറിയപ്പെടാറുണ്ട്. മാത്രമല്ല നമുക്കിത് ഒരു പച്ചമുളകൊക്കെ നടില്ലേ, പച്ചമുളകിന്റെ തൈകളൊക്കെ, അപ്പൊ ആ ഒരു രീതിയിലും നമുക്കിത് നടാവുന്നതാണ്.
മാത്രമല്ല മുളക് തക്കാളി എന്നൊരു പേര് കൂടി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ. എനിക്ക് തോന്നുന്നു അതിന്റെ ഇല കാണുമ്പോൾ കറക്റ്റ് നമുക്ക് ഈ ഒരു മുളകിന്റെ ഇല ഉണ്ടല്ലോ, അതേ സെയിം ഒരു ടെക്സ്ചറാണ് ആ ഒരു മണിത്തക്കാളിയുടെ ഇലയ്ക്ക്. അപ്പൊ അതുകൊണ്ടായിരിക്കണം മണിത്തക്കാളിക്ക് മുളക് തക്കാളി എന്നുള്ളൊരു പേര് കൂടി വരാൻ കാരണം. അപ്പൊ അതാ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു മുളകിരയുടെ സെയിം ടെക്സ്ചർ തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് ആ ഇലയൊക്കെ. ഇല മാത്രല്ല കേട്ടോ, പൂവും സെയിം മുളകിന്റെ ആ ഒരു മുളകിന്റെ പൂ ഉണ്ടല്ലോ, അപ്പൊ അതേ ഒരു ഇത് തന്നെയാണ് പൂവും വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിത് തോരൻ വെക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ നോർമലി സാധാരണ എല്ലാ തോരനും വെക്കില്ല അതേപോലെ തന്നെ നമുക്കിത് ഇല എടുത്ത് അരിഞ്ഞ് തോരൻ വെക്കാവുന്നതാണേ. അതുപോലെ തന്നെ ഈ ഒരു ചെടി 4 അടി ഹൈറ്റിലൊക്കെയാണ് കൂടുതലായിട്ട് പോവാറുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ ഹൈറ്റ് വെക്കാറില്ല. അപ്പൊ 4 അടി ഹൈറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ശിഖരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു ചെടി കൂടിയാണ്. മാത്രമല്ല ഈ ഒരു ചെടിയുടെ ഇല, തണ്ട്, പൂവ് മൊത്തത്തിൽ ഔഷധമുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇതിന്റെ ഒരു കായ്കളൊക്കെ ഉണ്ടാവില്ല, ഈ ഒരു കായൊക്കെ ഉണക്കി സൂക്ഷിക്കാവുന്നതുമാണ്. ഉണക്കി സൂക്ഷിച്ചിട്ട് ഒരുപാട് ആയുർവേദ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ സുഗമമാക്കാനും നമ്മൾ ഈ ഒരു ചുക്കുട്ടിച്ചീര അല്ലാന്നുണ്ടെങ്കിൽ മണിത്തക്കാളിയുടെ ഒക്കെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ദഹന പ്രക്രിയക്ക് മാത്രമല്ല കേട്ടോ, വാതരോഗങ്ങൾ ശമിപ്പിക്കാനും പിത്തരോഗങ്ങൾ ശമിപ്പിക്കാനും ഒക്കെ അത്യുത്തമമാണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ നിസാരമായി കാണുന്ന പലതും അത്ര നിസാരക്കാരല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കുറെ പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാൽ കുറച്ച് പേർക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു ചെടി ആരുടെയൊക്കെ വീട്ടിലില്ലെങ്കിൽ എല്ലാവരും ഒന്ന് വെച്ച് പിടിപ്പിച്ചോളൂ, കാരണം അത്രയും നമുക്ക് ഹെൽത്തിന് നല്ല ബെനിഫിറ്റ്സ് ഉള്ള ഒരു ചെടി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ, അപ്പൊ അതുകൂടെ എനേബിൾ ചെയ്യണേ. നമ്മളിടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.